എൻ്റെ പേര് അച്ചു ബാലകൃഷ്ണൻ എന്നാണ് ശരിക്കും ഒഫീഷ്യൽ നെയിം. പാലക്കാട് ജില്ലയിലെ പട്ടിത്തറ പഞ്ചായത്തിലെ ആലൂർ എന്ന ഗ്രാമത്തിലാണ് എൻ്റെ സ്ഥാപനം. സ്ഥാപനത്തിൻ്റെ പേര് ഗ്ലോബ് എഞ്ചിനീയറിംഗ് വർക്ക്സ്. ഒരു 27 വർഷത്തോളമായിട്ട് ഞാൻ ഈ മേഖലയിലുണ്ട്. ചെറിയ പ്രായത്തിലാണ് ഈ മേഖലയിലേക്ക് വരുന്നത്. ഒരുപാട് കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ചാണ് ഈ പ്രവർത്തനം, ഈ വ്യവസായം തുടങ്ങാൻ ഉണ്ടായത്. തുടക്കം എന്ന് പറഞ്ഞാൽ ഒരു 27 വർഷം മുമ്പാണ് ഈ തുടക്കം ഉണ്ടായിട്ടുള്ളത്. അന്ന് പഠിക്കണം എന്നുള്ളതായിരുന്നു ഭയങ്കര മോഹം. പക്ഷേ പഠിപ്പ് ഇനി വലിയ മുന്നോട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ എങ്ങനെയെങ്കിലും സാമ്പത്തികമായിട്ട് മാറണമെന്നുള്ള ചിന്തയാണ് ഉള്ളിലുണ്ടായത്. ആ ചിന്തയാണ് നമ്മളതിനെ ഈ ബിസിനസ്സിലേക്ക് എത്തിച്ചത്. കൂലിപ്പണിയോടൊപ്പം ഇൻഡസ്ട്രിയൽ വർക്കുകളും ചെയ്ത് ആ വർക്കിൽ നിന്ന് ഈ വ്യവസായത്തെക്കുറിച്ച് പഠിക്കുകയും പിന്നീട് അത് കുറേ മെഷീനറികളൊക്കെ വാങ്ങി ഒരു വ്യവസായം തുടങ്ങാനുള്ളൊരു തുടക്കം ഉണ്ടാവുകയാണ് ചെയ്തത്. അവിടെ നിന്ന് ഇങ്ങോട്ട് ഓരോ ദിവസവും കുറച്ച് കഷ്ടപ്പാടുണ്ടായാലും ശരി, ഇപ്പോൾ വലിയൊരു കുഴപ്പമില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. അന്നുള്ള വർക്കുകൾ എന്ന് പറഞ്ഞാൽ ഗ്രില്ലാണ് കാര്യമായിട്ടുണ്ടാവുക. അന്ന് ഇത്രയൊന്നും ഡെവലപ്പ് ആയിട്ടില്ല. അന്ന് സാമ്പത്തികമായിട്ടൊക്കെ നമ്മൾ ഒരുപാട് വളർന്നു. അന്നൊക്കെ സാമ്പത്തികമായിട്ട് വളരെ മോശം അവസ്ഥയിലാണ് ജനങ്ങളൊക്കെ ജീവിത നിലവാരമൊക്കെ ഉണ്ടായിരുന്നത്. അന്ന് കൂടുതലുണ്ടാവുന്നത് ഓടിട്ട വീടുകളാണ്. ആ വീടുകളുടെ മുന്നിൽ ഗ്രില്ലാണ് ഉണ്ടാവുക. ഗ്രില്ല് എന്ന് പറഞ്ഞാൽ മുക്കാൽക്കാല് പട്ട അതൊക്കെ ചെയ്ത് വളച്ചുണ്ടാക്കി പൂക്കളും ഡിസൈനൊക്കെ ചെയ്ത് വർക്ക് ചെയ്തിട്ടാണ് ഗ്രില്ല് ഉണ്ടാക്കുക. പക്ഷെ അന്നൊന്നും ഒരു സാമ്പത്തികമായിട്ട് 10 രൂപ മാറ്റി വെക്കാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നില്ല. പക്ഷെ കാലങ്ങളൊക്കെ മാറി നല്ല നല്ല സ്ക്വയർ ട്യൂബുകളൊക്കെ വിപണിയിൽ ഇറങ്ങി. അതുകൊണ്ട് ഗ്രില്ലുകളും നല്ല നല്ല മോഡൽ ഗേറ്റുകളും ഒക്കെ ഉണ്ടാക്കി. അതുപോലെ തന്നെ ട്രസ് വർക്കുള്ള ആളുകൾ തുടങ്ങി. അങ്ങനെ ആളുകൾ സാമ്പത്തികമായി മാറുന്നതോടുകൂടി തന്നെ നമ്മുടെ ബിസിനസ്സിലും മാറ്റങ്ങൾ വന്നു. അത് കാരണം തന്നെ നമുക്ക് സാമ്പത്തികമായിട്ട് ഒരുപാട് മാറ്റം വരാനും സാധിച്ചിട്ടുണ്ട്. ഇന്ന് ഞങ്ങൾ എല്ലാ വർക്കുകളും ചെയ്യും. ഒരാൾ ഒരു 5 രൂപയുടെ പണി പറഞ്ഞാലും ഞങ്ങൾ ചെയ്യും. ഒരു 50,000 രൂപ ചെയ്താലും പറഞ്ഞാൽ ഞങ്ങൾ ചെയ്യും. 5 ലക്ഷത്തിന്റെ പണി പറഞ്ഞാൽ ഞങ്ങളത് ചെയ്യും. ഞങ്ങൾക്ക് അങ്ങനെ മടിയൊന്നുമില്ല. കാരണം ഞങ്ങൾ നാട്ടുമ്പുറത്താണ് ഞങ്ങളുടെ ഈ വ്യവസായം നടക്കുന്നത്. കൂടുതൽ ഞങ്ങൾ ചെയ്യുന്നത് ഗേറ്റ് തന്നെയാണ്. ഏത് മോഡലുള്ള ഗേറ്റുകളും ഞങ്ങൾ ചെയ്യും. എത്ര അടിയുടെ ഗേറ്റ് ആണെങ്കിലും എത്ര റേറ്റിന്റെ ഗേറ്റ് ആണെങ്കിലും ഞങ്ങൾ ചെയ്യും. അതിനോടൊപ്പം തന്നെ ഡ്രസ് വർക്ക്, കൊളാപ്സിബിൾ ഗേറ്റ്, സ്റ്റീൽ വിൻഡോ എല്ലാ വർക്കുകളും ഞങ്ങൾ ചെയ്യുന്നുണ്ട്. വെൽഡിംഗ് മേഖലയിൽ എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതെല്ലാം ഞങ്ങൾ ചെയ്യുന്നുണ്ട്. വ്യത്യസ്ത എന്ന് പറഞ്ഞാൽ കുറേയൊക്കെ നമ്മുടെ ഐഡിയോളജിക്കലായിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ ഐഡിയ പ്രകാരമാണ് ഓരോ ഗേറ്റും പ്ലാൻ ചെയ്യുന്നത്. ഒരു ഗേറ്റ് നമ്മൾ പരമാവധി കോപ്പി അടിക്കാറില്ല. ചിലരൊക്കെ ഗൂഗിളിൽ നിന്ന് നോക്കിയിട്ടൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ നമ്മൾ തന്നെ ചിന്തിച്ച് ചില മോഡലുകൾ ഉണ്ടാക്കി അതിന് മാറ്റം വരുത്തി പുതിയ പുതിയ മോഡലുകൾ ഉണ്ടാക്കാനാണ് പതിവ്. അതുപോലെ തന്നെ വിപണിയിൽ കുറേ പുതിയ പുതിയ മോഡൽ വരുന്നുണ്ട്. CNC കട്ടിങ് വരുന്നുണ്ട്, HBL വരുന്നുണ്ട്. അതൊക്കെ ഉപയോഗപ്പെടുത്തിയാണ് നല്ല നല്ല ഗേറ്റുകൾ ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ഗേറ്റ് ഉണ്ടാക്കാൻ ആളുകളും മുന്നോട്ട് വരുന്നുണ്ട്. അതൊക്കെ തന്നെ ഞങ്ങളുടെ വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നുണ്ട്. നമുക്ക് കൂടുതൽ വരുന്നത് അതിൻ്റെ ഗ്രില്ലുകൾ, പിന്നെ ഗേറ്റുകൾ, പിന്നെ അയൺ സംബന്ധിച്ച എല്ലാ വർക്കുകളും വരുന്നുണ്ട്. പിന്നെ അതിന് മുകളിൽ ഷീറ്റ് വർക്ക് വരാറുണ്ട്. അങ്ങനെ എന്തെല്ലാം വെൽഡിംഗ് മേഖലയിൽ എന്തെല്ലാം വർക്കുകൾ വരുന്നുണ്ടോ ആ വീട്ടിൽ അതെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട്. ഓൾ കേരള വർക്കുകൾ എന്ന് പറയാൻ പറ്റില്ല. ഇവിടുന്ന് ഒരു 10-30 കിലോമീറ്റർ അപ്പുറത്തൊക്കെ ഞങ്ങൾ വർക്ക് ചെയ്യാറുണ്ട്. വലിയ വർക്കുകളൊക്കെ ആണെങ്കിൽ കുറച്ച് അപ്പുറത്തേക്കും നമ്മൾ മാറാറുണ്ട്. കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ഈ ഗ്രാമപ്രദേശങ്ങളിൽ തന്നെയാണ്. നമ്മുടെ ഈ ഇട്ടാവട്ടി ഏരിയയിൽ തന്നെയാണ് നമ്മൾ കൂടുതലും വർക്കുകൾ ചെയ്യാറ്. നമുക്ക് കുറേ ബന്ധങ്ങളുള്ളത് കാരണം അത്തരം ബന്ധങ്ങളുടെ മുകളിലുള്ള ബന്ധങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഒരുപാട് വർക്കുകൾ വരാറുണ്ട്. കഫേയുടെ വർക്കുകൾ, ഷോപ്പിന്റെ വർക്കുകൾ, അങ്ങനത്തെ എല്ലാ വർക്കുകളും നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട്. അതിന്റെ ഇന്റീരിയൽ വർക്കുകൾ, പൈപ്പ് കൊണ്ട് ചെയ്യാവുന്ന ഇന്റീരിയൽ വർക്കുകളൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട്. അതുപോലെ ഹാൻഡ് റെയിലുകൾ, പുതിയ പുതിയ മോഡലുകൾ ഹാൻഡ് റെയിലുകൾ വരാൻ തുടങ്ങി. സ്റ്റീലുകളിൽ നിന്നൊക്കെ മാറി ഇപ്പോൾ GI പൈപ്പിലൊക്കെയാണ്, GI ട്യൂബിലാണ് ഇപ്പോൾ ഹാൻഡ് റെയിലെല്ലാം ചെയ്യുന്നത്. ആ വർക്കുകളൊക്കെ നമ്മൾ വളരെ ഭംഗിയായിട്ട് ചെയ്യാറുണ്ട്. ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, ആദ്യ ഘട്ടങ്ങളിലൊന്നും നമുക്ക് ഈ മേഖലയിൽ നിന്ന് ഒരു 10 രൂപ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ മേഖല. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പൊ ഒക്കെ മാറി. നമ്മൾ നേരത്തെ പറഞ്ഞില്ല, ഒരുപാട് മെറ്റീരിയൽസ് ഇറങ്ങി, ആളുകളെല്ലാം സാമ്പത്തികമായിട്ട് മാറിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നല്ല നല്ല വീടുകൾ വരുന്നു. അതുപോലെ തന്നെ ആ വീടുകളിലേക്ക് വേണ്ട ഗേറ്റുകൾ, ഗ്രില്ലുകൾ, ഷീറ്റ് വർക്കുകൾ എല്ലാം അവർ ചെയ്യാൻ തയ്യാറാണ്. പണ്ട് ഇതൊന്നും അല്ലായിരുന്നല്ലോ. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു വീട്, ഗ്രാമപ്രദേശം എന്ന് പറഞ്ഞാൽ അവിടെ ഓടിട്ട വീടുകൾ, അവരുടെ ഗേറ്റ് എന്ന് പറഞ്ഞാൽ ഇല്ല, മുളയും പട്ടിയൊക്കെ അടിച്ചുള്ളൊരു വീടായിരുന്നു. പക്ഷെ ഇന്ന് അതെല്ലാം മാറി, കാലഘട്ടങ്ങൾ മാറി, എല്ലാം മാറി. പ്രവാസികളൊക്കെ നല്ല രീതിയിൽ നാട്ടിലേക്ക് കാശ് അയക്കുന്നു. ആ കാശാണ് നമ്മുടെയൊക്കെ നിലനിൽപ്പിന്റെ നെട്ടല് എന്ന് വേണം കരുതാൻ. വിദേശ രാജ്യങ്ങളിൽ പ്രവാസം ഇല്ലാന്ന് വെച്ചെങ്കിൽ ഈ നാടില്ല. ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ ഭരിച്ചാലും മാറി മാറി ഭരിച്ചാലും ശരി, പ്രവാസികൾ എന്നൊരു ടീമില്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ഇൻഡസ്ട്രിയൽ വ്യവസായം ഒന്നും മുന്നോട്ട് പോകില്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്താ മനസ്സിലാക്കിയിട്ടുള്ളത്. എനിക്കൊരു 5 സ്റ്റാഫുകളുണ്ട്. അവരെല്ലാം എൻ്റെ ആത്മാർത്ഥ പണിക്കാർ തന്നെയാണ്. എൻ്റെ അനിയന്മാരെ പോലെ ഞാൻ അവരെ സ്നേഹിക്കുന്നുണ്ട്. എനിക്ക് കിട്ടുന്ന കൂലികളുടെ വലിയൊരു പങ്ക് ഞാൻ അവർക്ക് കൊടുക്കാറുണ്ട്. അവർക്ക് കൂലി നല്ലതാണ് കണക്കാക്കാറ്. നമുക്കൊരു 10 രൂപ ആ ഇതിൽ ലാഭം കിട്ടുമ്പോൾ അതിൻ്റെ ഷെയർ ഞാൻ എൻ്റെ പണിക്കാർക്കെല്ലാം മാറ്റി വെക്കാറുണ്ട്, കൊടുക്കാറുണ്ട്. അവരെൻ്റെ എന്താ പറയുക, പണിക്കാരെന്ന് പറയാൻ എനിക്കിഷ്ടമല്ല, എൻ്റെ മക്കളെന്ന് പറയാനാണ് എനിക്കിഷ്ടം. സോഷ്യൽ രംഗത്ത് എന്നുള്ള പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാനൊരു കാലങ്ങളായിട്ടൂടെ ആലൂർ ഒരുമ എന്ന് പറഞ്ഞൊരു പാലിയേറ്റീവ് ഉണ്ട്. അതിൻ്റെ പ്രധാന പ്രവർത്തകനാണ്.
ഞങ്ങൾക്കൊരു ഒരുപാട് പൊതുപ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഒരുപാട് പാലിയേറ്റീവ് പേഷ്യൻസ് ഉണ്ട്. ഞങ്ങൾക്ക് ഒരു 160ഓളം പേഷ്യൻസ് ഉണ്ട്. അവരുടെ ദൈനംദിന കാര്യങ്ങളെല്ലാം ഞങ്ങൾ നടത്തുന്നത് പാലിയേറ്റീവിലൂടെ. ആലൂർ ഒരുമ എന്നാണ് ആ സംഘടനയുടെ പേര്. മറ്റൊരു സംഘടന ഉണ്ട് ഇവിടെ, ഞങ്ങളിവിടെ പട്ടിത്തറ പഞ്ചായത്ത് മുഴുവൻ വ്യാപിച്ചെടുക്കുന്ന സംഘടന കണക്ട് ഓർഗനൈസേഷൻ എന്ന് പറയും. ഒരുപാട് പൊതുപ്രവർത്തനങ്ങൾ തന്നെയാണ് അതിൻ്റെ ഉള്ളത്. പാവങ്ങളെ സഹായിക്കുക, ചാരിറ്റി പ്രവർത്തനങ്ങൾ, വെയിറ്റിംഗ് ഷെഡുകൾ, അങ്ങനെ പല പ്രവർത്തനങ്ങളും ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. കണക്ട് ഓർഗനൈസേഷൻ ആ സംഘടനയുടെ പ്രസിഡന്റാണ്. ആലൂർ ഒരുമ എന്നുള്ള സംഘടന പാലിയേറ്റീവ് സംഘടനയുടെ പ്രധാന പ്രവർത്തകനാണ്, എക്സിക്യൂട്ടീവ് അംഗമാണ്. അങ്ങനെ കുറേ സോഷ്യൽ പ്രവർത്തനങ്ങൾ, അതുപോലെ വ്യാപാരി വ്യവസായി യൂണിറ്റ് ഉണ്ട്, അതിൻ്റെ പ്രധാന പ്രവർത്തകനാണ്. എൻ്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ ഞാൻ, എൻ്റെ വൈഫ്, 2 മക്കൾ. മൂത്ത മോള് ഡിഗ്രി പഠിക്കുന്നു, രണ്ടാമത്തെ മകള് 5ാം ക്ലാസ്സിലേക്ക് പാസ്സായി. മക്കളെല്ലാം എൻ്റെ എല്ലാ വ്യവസായത്തോടും എൻ്റെ എല്ലാ താല്പര്യത്തോടും ഇഷ്ടത്തിന് ചേർന്ന് നിൽക്കുന്ന മക്കളാണ്. ഇൻഡസ്ട്രിയലിൻ്റെ അടുത്ത സ്റ്റെപ്പുകൾ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് കാഴ്ചപ്പാടുകളൊന്നുമില്ല. കാരണം വെച്ചാൽ ഈ ലെവലിൽ അങ്ങനെ മുന്നോട്ട് പോയാൽ മതി. നമുക്ക് ആയുസ്സും ആരോഗ്യമൊക്കെ ഉണ്ടാവുക എന്നുള്ളതാണ്. അസുഖങ്ങളില്ലാതിരിക്കുക, ഭക്ഷണം കഴിക്കാൻ ഉണ്ടാവുക, ഭക്ഷണം കഴിക്കാൻ സാധിക്കുക, വയ്യാത്ത മക്കളില്ലാതിരിക്കുക, ഇതൊക്കെയാണ് മനുഷ്യൻ്റെ ജീവിതത്തിലെ വലിയ ബോണസ് എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ആ ലെവലിൽ അങ്ങനെ നീങ്ങിപ്പോയാൽ മതി എന്നാണ് എൻ്റെ ആഗ്രഹം. പുതിയ ആളുകൾ ഈ മേഖലയിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ് വേറെ സത്യം. കാരണം വെച്ചാൽ ഇൻഡസ്ട്രി മേഖല എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ തലമുറ എന്ന് പറഞ്ഞാൽ അവൻ്റെ വസ്ത്രങ്ങൾ അഴുക്ക് പുരട്ടാൻ ഇഷ്ടപ്പെടാത്തൊരു തലമുറയാണ് ഇനി ഈ തലമുറ എന്ന് പറയുന്നത്. പക്ഷെ ഞങ്ങളൊന്നും അങ്ങനെയല്ല. എനിക്കിപ്പോൾ ഞാൻ പറഞ്ഞില്ല, എല്ലാ സൗകര്യമുള്ളൊരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് ചെളി പെനയാനോ വെയിൽ കൊള്ളാനോ മഴ കൊള്ളാനോ ഒരു മടിയില്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ. പുതിയ മേഖലയ്ക്ക് വരണം എന്നുള്ളതാണ്. ഇൻഡസ്ട്രി മേഖല എന്ന് പറഞ്ഞാൽ ഈ മേഖലയിൽ ഒരുപാട് സാധ്യതകളുള്ള മേഖലയാണ്. സാമ്പത്തികമായിട്ട് മാറാനും തൊഴിൽ മേഖല വർദ്ധിപ്പിക്കാനൊക്കെ പറ്റുന്ന നല്ലൊരു മേഖലയാണിത്. അപ്പോൾ ഈ മേഖലയിലേക്ക് എല്ലാവരും വരണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ സ്ഥാപനം ഉള്ളത് ആലൂർ എന്ന ഗ്രാമത്തിലാണ്. ആലൂർ ഗ്രാമം എന്ന് പറഞ്ഞാൽ പാലക്കാട് ജില്ലയിലെ പട്ടിത്തറ പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന ഒരു ചെറിയ ഗ്രാമമാണ് ആലൂർ. എൻ്റെ സ്ഥാപനത്തിൻ്റെ പേര് ഗ്ലോബ് എഞ്ചിനീയറിംഗ് വർക്സ് എന്നാണ്.